കുറച്ച് നാളുകളായുള്ള ഒരു ശാന്തതയ്ക്ക് ശേഷം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഹമാസ് നടത്തുന്ന ഒളിപ്പോര് രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് തലവേദന സൃഷ്ടിക്കുന്നത്. 1.5 വർഷത്തിൽ ഏറെയായി ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണം ഹമാസിനെ ചെറുതായി തളർത്തിയിട്ടുണ്ടെങ്കിലും ഗറില്ല യുദ്ധമുറകളിലേക്കുള്ള ഈ മാറ്റം ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. തീർത്തും ദുർബലമായ അവസ്ഥയിൽ പോലും ഹമാസ് ഇസ്രായേൽ സേനയ്ക്കെതിരെ മാരകമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒന്നിലേറെ പ്രദേശങ്ങളിൽ ഹമാസ് സൈനികർ പ്രത്യക്ഷപ്പെടുകയും മിന്നൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതേ തുടർന്ന് അധിനിവേശ സേനയ്ക്ക് പലതവണ ഗാസയുടെ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയും ഉണ്ടായി. ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം ഇനിയും വളരെ ദൂരെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു കൂട്ടം ഇസ്രായേലി സൈനികർ അതിർത്തി വേലിയിൽ നിന്ന് 1 മൈൽ അകലെ ടാങ്കുകളും മറ്റ് കവചിത വാഹനങ്ങളും ഉപയോഗിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോംബ് സ്ഫോടനമുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. നെറ്റ്സ യഹൂദ ബറ്റാലിയനിൽ നിന്നുള്ള സൈനികരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഹമാസ് സേന ആക്രമിച്ചത്. ഉടനെ തന്നെ അടുത്ത സ്ഫോടനവും ഉണ്ടായി. രണ്ടാമത്തെ ബോംബ് പൊട്ടിത്തെറിച്ചതോടെ കൂടുതൽ ഇസ്രായേലി സേന അവരുടെ സഹായത്തിനായി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് മൂന്നാമത്തെ ബോംബും പൊട്ടിത്തെറിച്ചു. ഒപ്പം സമീപത്ത് ഒളിച്ചിരുന്ന ഹമാസ് സൈനികർ ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് വെടിവെക്കാനും ആരംഭിച്ചു. 2023 ഒക്ടോബറിൽ പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം അവരുടെ സൈന്യത്തിന് സംഭവിച്ച ഏറ്റവും കനത്ത നാശനഷ്ടങ്ങളിലൊന്നായിരുന്നു ഈ സംഭവം. ഗാസയുടെ വടക്ക് കിഴക്കൻ മൂലയിലുള്ള ബൈത്തുൽ ഹനൂൻ നഗരത്തിലാണ് ഹമാസിന്റെ ഈ ആക്രമണം നടന്നത്. ഇസ്രായേൽ നഗരമായ സെഡറോട്ടിൽ നിന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതാണ് ഈ പ്രദേശം. ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഉള്ളതുമാണ്. ഇസ്രായേൽ സേന ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതിയ ഒരു പ്രദേശവും ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇതേക്കുറിച്ച് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞത്. ജൂൺ 24 12 ദിവസം നീണ്ടുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ച ശേഷമുള്ള ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത് 19 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ഡസനിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിന് ശേഷം ഹമാസിന്റെ നിരവധി മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശത്രുക്കൾക്കെതിരായ അവരുടെ ചെറുത്തുനിൽപ്പ് ശേഷിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത്. 21 മാസത്തെ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തന രീതി പഠിക്കാൻ ഹമാസിന് കഴിഞ്ഞെന്നും അത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണെന്നും ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും വിരമിച്ച മേജർ ജനറൽ ഇസ്രായേൽ സീവ് പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ബലഹീനതകൾ മനസ്സിലാക്കിയാണ് ഹമാസ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും അവരിൽ നിന്ന് പുതിയ പോരാളികൾ ഉയർന്നു വരുന്നു. ചെറിയ സംഘങ്ങളായി തിരിഞ്ഞാണ് അവർ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. ഗാസയിലെ ടണലുകൾ അവർക്ക് ഒളിത്താവളങ്ങൾ തീർക്കുന്നുവെന്നും ഈ റിട്ടയേർഡ് ജനറൽ ഇസ്രായേൽ സീവ് പറയുന്നുണ്ട്. എന്നാൽ ഗസയിൽ ഇപ്പോഴും കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 72 പലസ്തീനികളെയാണ് വ്യത്യസ്ത ആക്രമണങ്ങളിലായി ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഗാസയിൽ ഇന്ധനക്ഷാമവും രൂക്ഷമാണ്. 21 ലക്ഷം പേരുടെ ജീവിതം ഇന്ധനമില്ലാതെ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് UN പറയുന്നു.